താങ്ക് യു. എല്ലാവർക്കും വെൽക്കം. സ്ട്രെയിൻ ഗൈസ് എല്ലാവർക്കും. T47 ഡിസ്മാൻഡിലായി. നല്ല കാര്യം, വളരെ നല്ല കാര്യം. ഹേറ്ററത്തിലൊരു ഇത് ഞാൻ സാധാരണ ഇങ്ങനെ ഗ്യാങ് ഒക്കെ ഡിസ്മാൻഡിൽ ആവുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാറുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങനെ നല്ല വാക്കൊന്നും പറയാനില്ല. PvP വൈസ് നല്ലൊരു ഗ്യാങ്ങാണ്, പറയാതിരിക്കാൻ വയ്യ. പക്ഷെ അതിൻ്റെ ബേസ് എന്താണെന്നറിയോ? അതിൻ്റെ ബേസ് എന്ന് പറയണത് ഒരു പർട്ടിക്കുലർ ആൾക്കാരോടുള്ള ഹേറ്റഡമാണ്. അത് വെച്ചിട്ട് ബിൽഡ് ചെയ്ത് ഒരെണ്ണം അധികം നാൾ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, എന്ന് വെച്ചാൽ ഇന്ന് ഈ ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ അറിയുന്നത്. എനിക്കിപ്പോൾ പേഴ്സണൽ ലൈഫിൽ വളരെ പരിചയം ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു ഈ T47 ഒരു പ്ലെയർ. അത് നമ്മളെ കിടന്ന് എല്ലാം പറയുന്നത്. ഇന്ന് ഞാൻ അവൻ്റെ നമ്പർ സേവ്ഡാ, മറ്റേ ലവ് സിമ്പിളൊക്കെ വെച്ചിട്ട് എൻ്റെ ഫോണിനകത്ത് സേവ്ഡാ കേട്ടാ. ഞാനപ്പോൾ ഇന്ന് അവൻ്റെ അകത്തുനിന്ന് ഒരു മെസ്സേജ് വന്നപ്പം ഞങ്ങൾ കളിയൊക്കെ നിർത്തി, ബ്രോ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സോറി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ അന്നേരമാണ് അറിയണത് എനിക്ക് പേഴ്സണൽ ലൈഫിൽ പരിചയമുള്ളൊരു പയ്യനായിരുന്നു ഇത്രയും നാൾ T47 കളിച്ചുകൊണ്ടിരുന്നതെന്ന്. അവനോടൊന്നും എനിക്ക് ഒരു ഹേറ്റും ഇല്ല. ഞങ്ങൾക്ക് ഞാനും അവനും തമ്മിൽ ഒരു പ്രശ്നമില്ല, ജീവിതത്തിലൊരു പ്രശ്നമില്ല. ഞങ്ങൾ അത്രയും ഇതായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഞാനത് ഇന്ന് അവനാണ് ഇതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മാറിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറയാലോ, എങ്ങനെ മാറിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ പുറകിൽ എപ്പാർട്ട് ഫ്രം ദ ഗെയിം ഇങ്ങനെ ഓതി കൊടുക്കാൻ ആരോ ഒരാളുണ്ട്. മനസ്സിലായോ? ഈ ഹെയ്റ്റ് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാനും ഹെയ്റ്റ് ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാനും ആരോ ഒരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. അവന്മാർ പോകുന്നതാണ് നല്ലത്. പിന്നെ പിടിച്ചു നിർത്തി രണ്ട് തല്ലോടെ തല്ലാൻ പറ്റിയില്ല. കാരണം റീബിൽഡിന് ശേഷം നമ്മളെ തല്ലാൻ വേണ്ടി ഇതുവരെ അവന്മാർ വന്നിട്ടില്ല. നമ്മുടെ ലൈനപ്പ് ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇതുവരെ നമ്മളുമായിട്ട് ഫൈറ്റ് എടുക്കാൻ പോലും റെഡി ആയിട്ടില്ല. അടിക്കാൻ വന്നപ്പോഴൊക്കെ നമ്മൾ സിറ്റുവേഷൻ എടുത്തപ്പോൾ തന്നെ സിറ്റുവേഷൻ ഡ്രോപ്പാക്കി ഓടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ലെഗസി കണക്കൊന്നും പറയണ്ട. അത്രേ ഉള്ളൂ. എനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല കൈസിക്ക്. സാധാരണ ഞാൻ പറയാറുള്ളതല്ല, ഞാൻ HF വരെ പൊക്കി പറഞ്ഞിട്ടുള്ളതാണ്. ഇവന്മാരുടെ കാര്യത്തിൽ ഞാൻ പറയൂല, ഇവന്മാരുടെ കാര്യത്തിൽ ഞാൻ പറയത്തില്ല. മനസ്സിലായോ? പിന്നെ കൈസ എനിക്ക് വേറൊരു റിക്വസ്റ്റ് നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മെയിനായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ MRCയിലെ ജാസിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൈഡിൽ നിന്നും TVയുടെ സൈഡിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ ഡൊണേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നല്ല കാര്യമാണ്. അവന് ഭയങ്കര നീഡ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. നിങ്ങളെ കൊണ്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക. പക്ഷേ നമ്മുടെ ഓഡിയൻസിനോടാണ് ഞാൻ ഒരു കാര്യം പറയുന്നത്. നമ്മുടെ ഓഡിയൻസിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, അവൻ നമ്മുടെ ഒരു ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ കളിക്കുന്ന ഒരു പയ്യനെ. ഇനിയും നമ്മൾ തമ്മിൽ സിറ്റുവേഷൻസ് ആവും, ഇനി നമ്മൾ തമ്മിൽ അടിയാവും, വഴക്കാവും, എല്ലാം ആവും. അന്നേരം ദയവ് ചെയ്ത് അവിടെ ചെന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തല്ലേടാ, നിന്നെ അത് ചെയ്തല്ലേടാ, ഇത് ചെയ്തല്ലേ എന്ന് നമ്മുടെ ഓഡിയൻസ് പറയരുത്. കാരണം ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ ഉള്ളിടത്തോളം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കേണ്ടി വരും. അത് ഗെയിമാണ്, മനസ്സിലായ? ഗെയിമിൻ്റെ പുറത്ത് ഒരാവശ്യം വരുമ്പോൾ നമ്മളൊക്കെ ഒരുമിച്ച് നിന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനു മുമ്പ് ബുള്ളോപ്പിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ദയവ് ചെയ്ത് അത് ചെയ്യരുത്. അത് ചെയ്യുന്ന കാണുമ്പോഴേ നമ്മൾ ഒരാളെ സഹായിച്ചില്ലെങ്കിലും സഹായിച്ചതിൻ്റെ കണക്ക് പറയരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, മനസ്സിലായോ? അത് നമ്മുടെ കൂട്ടത്തിൽ ഇതിനു മുമ്പ് ബുള്ളോപ്പിയുടെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സൈഡിൽ നിന്നല്ല, പക്ഷെ TVയിൽ നിന്ന് ഇറങ്ങിയ പ്ലേയേഴ്സ് ബുള്ളോപ്പിയുടെ സൈഡിലൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇതെടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, അത് ദയവ് ഇത് ചെയ്യരുത് പ്ലീസ്. ഇപ്പോഴേ പറയാം. അതൊക്കെ അതിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം, ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തള്ളയ്ക്ക് കളിക്കാനും തന്തയ്ക്ക് കളിക്കാനും ഒക്കെ ഉണ്ടാക്കിയ അക്കൗണ്ടുകളിൽ നിന്ന് MRCയുടെ കുറേ ഓഡിയൻസ് എനിക്ക് താങ്ക് യു പറഞ്ഞ് മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം നാളെ സിറ്റുവേഷൻ വിട്ടുമ്പോൾ വീണ്ടും അവന്മാർ കൊട്ടയെന്ന് വിളിക്കും. അതെനിക്കറിയാം. ഞാൻ അത് വിളിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ വന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്. ചില ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും, ചില ആൾക്കാർക്ക് അത് ഇപ്പോഴും ഗെയിമാണെന്നുള്ളത് തലയിലോട്ട് എടുക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് എന്തായാലും നല്ല മെസ്സേജുകളൊക്കെ അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ആൻഡ് പറ്റുമെങ്കിൽ ഗൈസ് നിങ്ങൾ ജാസിയുടെ കാര്യത്തിൽ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അവൻ ഈ പറയണത് പോലെ അവന് വേണ്ടി ഇതിനു മുമ്പും നമ്മൾ FFKYCയിൽ ഉണ്ടായിരുന്ന സമയത്താണെന്ന് തോന്നുന്നല്ലേ, FFKYCയുടെ സമയത്തായിരുന്നെങ്കിൽ പോലും നമ്മൾ അവനെ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവനിപ്പോൾ വീണ്ടും അവൻ്റെ കരിയറും ബാക്കിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയമായി. അപ്പം നിങ്ങളെ കൊണ്ടൊക്കെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഡു ഹെൽപ്പ് ഹിം. നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി അവൻ അങ്ങനെ ഒരു അർജൻറ്റ് റിക്വയർമെൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാരിറ്റി സ്ട്രീമോ അങ്ങനെ എന്തെങ്കിലും ഇതാക്കാം. ബാലൻ്റെ സ്ലോട്ടിൻ്റെ കാര്യം ഒരു തീരുമാനത്തിൽ എത്തിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഒരു സെക്കൻഡ്, ഞാൻ കറൻ്റ് ഇപ്പോൾ ആരെ മാറ്റുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പം ഇതാക്കുന്നത്. ഇന്ന് എത്ര മണി വരെ ഉണ്ട്
ഗൈസ് ഇന്ന് എത്ര മണി വരെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും?